കൃഷ്ണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഈ കരിമീൻ കിട്ടിയിട്ടുണ്ട്. അതിന്നൊരു മപ്പാസ് പോലെ വയ്ക്കാം. അത് വെട്ടി ക്ലീൻ ആക്കിയതാണ്. ഇതിനി ഒന്ന് രണ്ടായിട്ട് ഞുറുക്കിയെടുക്കണം, തല സഹിതം വെച്ച്. നമുക്കിന്ന് അത് ചെയ്യാം. നമ്മുടെ കരിമീൻ കറിക്ക് വേണ്ടി ഞാൻ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഉള്ളി അരിഞ്ഞതൊരു ശകലം ഇട്ട് കൊടുക്കാം. ഒരു ഞുള്ളി ഇഞ്ചി അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത്. രണ്ട് കറിവേപ്പില. ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണുണ്ട്, അതിന് 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഈ ചെറിയൊരു തവിയാണ് കുടുവൻ തവി, അതിനൊരു തവി മുളക് പൊടി. നമ്മുടെ മുളക് പൊടി ഇവിടെ ചൂടായി വരുന്ന ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക. മൂന്ന് ചെറിയ കരിമീനാണ്. ഇച്ചിരി വെള്ളം പോരാഴിയുണ്ട്, അതുകൂടെ. മൂന്ന് കഷ്ണം പുളി നന്നായിട്ട് കഴുകി വെച്ച് അതാണിത്. ചെറിയ ടീസ്പൂണിന് 1.5 സ്പൂൺ ഉപ്പ്. നമ്മുടെ മുളക് ഒന്ന് തിളച്ചോട്ടെ, മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ അരപ്പ് ഇവിടെ തിളച്ചൊന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് മീൻ പെറുക്കിയിടാം. നമുക്കൊന്ന് ചട്ടി കുലുക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കുറുകി പറ്റട്ടെ. നമുക്ക് തുറന്നു നോക്കാം, അടച്ചു വെച്ചിട്ട്. നമ്മുടെ കരിമീൻ കറി റെഡിയാണെന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം, 1 പാല്. ഇത്തിരി തിളക്കേണ്ട. നമുക്ക് 2 കപ്പ് കരിവേപ്പിലയും കൂടെ അതിനകത്തിട്ട് കൊടുക്കാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം.
നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കുറച്ചെങ്കിലും കണ്ടിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.